KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ ഒഴിഞ്ഞു പോകില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ്. ഹൈക്കമാൻഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികളോട് AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും VV മോഹനും ഒക്കെ റിപ്പോർട്ട് കൊടുത്തു. ഒരു പുനഃസംഘടന വേണം കേരളത്തിൽ, കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, പ്രതിപക്ഷ നേതാവും കെ സുധാകരനും തമ്മിൽ ഒട്ടും സ്വരച്ചേർച്ചയില്ല, പാർട്ടി ഒരു തരത്തിൽ പോകുന്നു, നിയമസഭാ കക്ഷി നേതാവ് വേറൊരു തരത്തിൽ പോകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉന്നയിച്ചിട്ടും സുധാകരൻ പറയുകയാണ്, ഞാൻ ഈ കസേര വിട്ടു പോകില്ല, എന്നെ ഇറക്കിവിടാൻ ആരും നോക്കണ്ട എന്ന മട്ടിലാണ് സുധാകരൻ്റെ ഇരിപ്പും ഭാവവും. കഴിഞ്ഞ ദിവസം അത് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് വിളിച്ച് പറയുകയും ചെയ്തു. പുനഃസംഘടനയെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു ധാരണയില്ല, ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന തരത്തിലാണ്. ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ VD സതീശനും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ക്യാമ്പുകളാണ് ആകെ അസ്വസ്ഥരായത്. VD സതീശന് എങ്ങനെയെങ്കിലും കെ സുധാകരനെ എടുത്ത് പുറത്ത് കളയുക എങ്കിൽ മാത്രമേ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന നയത്തിലാണ്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അറിയാം, ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ എല്ലാം ഞാൻ കാരണമാണ് വിജയിച്ചത്, എല്ലാം എൻ്റെ അധ്വാന ഫലമാണെന്ന് വിളിച്ചു പറയുന്ന ആളാണ് VD സതീശൻ. അങ്ങനെ ഒരു സ്വാർത്ഥനായ VD സതീശന് കെ സുധാകരൻ പറയുന്നു പാർട്ടിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോൾ പോലും VD സതീശന് അത് ഇഷ്ടമല്ല. അതാണ് പ്രധാനപ്പെട്ട സംഭവമായി വരുന്നത്. ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ക്യാമ്പുണ്ട്. KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു. രമേശ് ചെന്നിത്തല കസാരയ്ക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള തള്ളൽ നടത്തുന്നു. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. കുറേ നേതാക്കൾ ഈ കസാരയ്ക്ക് വേണ്ടി ആവശ്യക്കാരുണ്ട്. അപ്പോഴാണ് VD സതീശൻ്റെ പക്ഷവും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പക്ഷവും ഒക്കെ സുധാകരനെ തഴഞ്ഞ് എങ്ങനെയെങ്കിലും ആ കസേരയിൽ എത്തണം, കൊടിക്കുന്നിൽ സുരേഷ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഗുണകരമാകുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെയും തീരുമാനം. പക്ഷേ ഹൈക്കമാൻഡ് എത്ര പറഞ്ഞിട്ടും സുധാകരൻ ആ സ്ഥാനം ഒഴിയാൻ തയ്യാറാകുന്നില്ല. പുനഃസംഘടന എന്ന് പറയുമ്പോൾ അടിമുടി മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമെങ്കിലും സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഹൈക്കമാൻഡിൽ നിർദ്ദേശിച്ച ആളുകൾ പോലും ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിലെ ഗ്രൂപ്പ്, മുമ്പ് AI ഗ്രൂപ്പ്, കെ കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ സജീവമായിരുന്ന കാലത്ത് I ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കരുണാകരൻ ഇന്ദിരാ പക്ഷപാതി കരുണാകരൻ്റെ മേൽനോട്ടത്തിൽ കുറേ ആളുകളുണ്ടായിരുന്നു. അതുപോലെ AK ആൻ്റണിയുടെ മേൽനോട്ടത്തിലും കുറേ ആളുകൾ അവിടെ ഗ്രൂപ്പ് കളിച്ചിരുന്നു. ഇപ്പോഴും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഗ്രൂപ്പുകൾക്ക് ശക്തി പോരാ. പകരം സമുദായ കാർഡ് ഇറക്കിയാണ് കളിക്കുന്നത്. നായർ പ്രമാണിമാരാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത്. ബാക്കി ഈഴവർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഒന്നും സ്ഥാനം കിട്ടുന്നില്ല എന്ന പരിഭവം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുനഃസംഘടന വരികയാണെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട അടൂർ പ്രകാശോ അല്ലെങ്കിൽ ഈ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷോ ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൻ്റണിയോ ഒക്കെ ഇതിനു വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന മറ്റു ചില പേരുകളുമുണ്ട്. കാരണം വളരെ ആക്റ്റീവായി നിന്ന് പാർട്ടിയെ സജീവമായി മുന്നോട്ട് ചലിപ്പിക്കുന്ന ചില പുതിയ നേതാക്കൾ, യുവ നേതാക്കൾ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ്, KS ശബരിനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, ഇവരൊക്കെ എങ്ങനെയാണ് പാർട്ടിയെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ പങ്ക് വലുതാണ്. അതുപോലെ തന്നെ K മുരളീധരനും, പഴയ തലമുറയിൽപ്പെട്ട K മുരളീധരനും പാർട്ടിയെ സജീവമാക്കി നിർത്തുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു, പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു, ജനങ്ങൾക്ക് അത്യാവശ്യമായുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെയൊക്കെ നോക്കുന്ന കുറേ നേതാക്കളുണ്ട്. അവരെ VD സതീശനെയോ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെയോ അല്ലാതെ കെ സുധാകരനെ മാറ്റുമ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളെ, മാത്യു കുഴൽനാടനെ പോലുള്ള നേതാക്കളെയൊക്കെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹവും ഹൈക്കമാൻഡിനുണ്ട്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് താൻ KPCC അധ്യക്ഷനായാൽ പിന്നാക്ക സമുദായം മുഴുവൻ, അതുപോലെ തന്നെ OBC വിഭാഗക്കാർ മുഴുവൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന തരത്തിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചു നടക്കുന്നത്. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനാണ് നറുക്ക് വീഴുന്നതെങ്കിൽ പോലും അടുത്ത തലമുറയിലെ നേതാക്കളായ മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ VT ബലറാമും ഇങ്ങനെ തുടങ്ങിയ നേതാക്കൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് സമീപഭാവിയിൽ സംഭവിക്കാൻ ഇടയുള്ള ഒരു സാധ്യത തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ.